അപ്പൊ മൊത്തം 27 ഇഷ്ടിക പൊട്ടിപ്പോയിട്ടുണ്ടല്ലേ? അതെ. അത് കുറയ്ക്കണ്ടേ? ഇത്രയധികം ഇഷ്ടിക ഇറക്കുമ്പോ 10-27 പൊട്ടിപ്പോയത് അതൊരു കണക്കാക്കി എടുക്കാവോ സത്യശീലൻ സാറേ? താൻ എന്താ വിളിച്ചത്? സത്യശീലൻ സാറേന്ന്. അപ്പോ എന്റെ പേര് തനിക്കറിയാം, സത്യശീലൻ. അതായത് സത്യം ശീലമാക്കിയിട്ടുള്ളവൻ. ഒരു മണത്തരിയുടെ കാര്യത്തിൽ പോലും എന്റെ മുതലാളിക്ക് സത്യദോഷം ചെയ്തിട്ടില്ല ഇതുവരെ. അടുത്ത തവണ ഇറക്കുമ്പോ 27 ഇഷ്ടിക കൂടുതൽ ഇറക്കിയേക്കണം. മനസ്സിലായോ? മനസ്സിലായി. ആ ശരി. ആ അപ്പാ, ഇത് എത്രാമത്തെ ചാക്ക? 8. അപ്പൊ 10-ന് 8. 10 6 ഇട്ടാ മതി. മുതലാളിക്ക് വല്ല സംശയം തോന്നുന്നു. കഴിഞ്ഞ തവണ 8 ഇട്ടത്. എന്നാ 7 വീതം ഇട്ടോ. സത്യദോഷം ചെയ്യണ്ട. മിച്ചം വരുന്ന സിമന്റ് രാത്രി ഒരു കട്ടവണ്ടി പിടിച്ച് എന്റെ വീട്ടിലെത്തിച്ചേരെ. അയ്യോ, അത് നീ പേടിക്കണ്ടടാ കുട്ടപ്പ, നിന്നെ ഞാൻ മൈൻഡ് ചെയ്തോളാം. മുതലാളി വരുന്നു. എടാ, വടക്കേ ഇന്ത്യയിൽ ഈയിടെ ഒരു പാലം തകർന്ന് അതീ വീണ് കുളമായത് നീ വായിച്ചില്ലേ? എന്താ കാര്യമെന്നറിയാവോ? സിമന്റ്. സിമന്റാ? അല്ല, നിന്റെ തല. എന്താ സത്യശീല? അല്ല സാർ, ഈ സിമന്റ് മിക്സ് ചെയ്യുന്ന കാര്യം പറയായിരുന്നു. 10-ന് 8 ഇട്ടാ പോയെന്നാ കുട്ടപ്പൻ ചോദിക്കുന്നത്. 10-ന് 8 മതിയല്ലോ. അയ്യോ, അത് പോരെ സാർ. ഇപ്പോഴത്തെ സിമന്റ് അല്ലേ, വിശ്വസിച്ചുകൂടാ. അതുകൊണ്ട് 10-ന് 9 തീർച്ചയായും ഇടണമെന്ന് ഞാൻ പറയുകയായിരുന്നു. 10-ന് 8 മതി, നല്ല സ്ട്രോങ് ആയിരിക്കും. ആ, എന്നാ കുട്ടു മതി കേട്ടപ്പാ. അല്ല, 8 മതി കുട്ടപ്പാ. ആ